ഞാൻ കേസ് വാദിക്കണമെങ്കിൽ എനിക്ക് കൃത്യമായ ഫീസ് കിട്ടിയിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, കേസ് നടപ്പിന് അഡ്വാൻസായി ഒരു 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയോ? അയ്യോ സാറേ, അത്രയൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കാനില്ല. നമ്മുടെ വേദനകൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി തന്നത് ഭഗവാന്റെ ശക്തിയാണ്. പ്രാർത്ഥിച്ചോ മുത്തശ്ശി? ഭഗവാനെ, ഞങ്ങളെ വേദനിച്ചതിനൊക്കെ അവിടുന്ന് പരിഹാരം ഉണ്ടാക്കി തന്നു. ഇപ്പോഴാ മുത്തശ്ശിയുടെ മനസ്സ് തെളിഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം. അതിനിടയാക്കിയതിന് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. ഞങ്ങളുടെ ജന്മം തന്നെ ഞങ്ങളെ കാൽ കീഴിൽ വെച്ചിരിക്കാം. കൃഷ്ണ, മോളെ, ഭക്തിയുടെ പേരിൽ കള്ളത്തരങ്ങൾ കാണിച്ചു നടക്കുന്നവര് നോക്കി പഠിക്കേണ്ടത് നിന്നെ പോലെയുള്ളവരെ. എത്ര തിരിച്ചടി ഉണ്ടായാലും ഭഗവാനെ കുറിച്ച് ഒരു ദോഷം പറയാതെ ആ പ്രസാദത്തിന് കാത്തിരിക്കുന്നതാണ് ഉറച്ച ഭക്ത ചെയ്യേണ്ടത്. കുഞ്ഞുകൃഷ്ണന്റെ കള്ളത്തരങ്ങളൊക്കെ ഫേമസ് ആണല്ലോ മുത്തശ്ശി. അതുകൊണ്ടല്ലേ CIക്ക് കൊടുക്കാനുള്ള തന്ത്രങ്ങൾക്ക് ഇത്ര ഭംഗിയായിട്ട് കൂട്ടുന്നത്, അല്ലേ? നിന്നെ പോലെയുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും കൂട്ടുണ്ടാവുകടാ. മനസ്സിലെ ചിന്ത നന്മയാണെങ്കിൽ അതിന്റെ പ്രതിഫലം എത്ര വൈകിയാണെങ്കിലും കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിഫലം കൂടി കിട്ടാനുണ്ട്. എന്താ? മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്ത് CI. അതിന് കാരണം പ്രിയങ്കയും സുകുമാരി മുത്തശ്ശിയുമാണ്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ട് കൂട്ടുനിൽക്കുകയും ഇവിടുത്തെ ഓരോ വേദനകളിലും സന്തോഷിക്കുകയും ചെയ്യുന്ന ചിലർ കണിമംഗലത്തിനകത്ത് തന്നെ ഉണ്ട്. അവർക്ക് കൂടി ഒരു തിരിച്ചടി കിട്ടിയാലേ എനിക്ക് സമാധാനാവും. അക്കാര്യത്തിൽ നിനക്ക് സംശയമൊന്നും വേണ്ട. ഭഗവാൻ അത്ര പ്രിയപ്പെട്ടവളാണ് രാധിക. അവളുടെ നേരെ ഒരു ചീത്ത വാക്ക് ഉപയോഗിച്ചവര് പോലും കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിരിക്കും. അല്ലടി മോളെ? എനിക്കറിഞ്ഞൂടാ. ഈ വയസ്സാങ്കാലത്ത് ഒട്ടും തളരാതെ എന്നെ നടത്തുന്നതേ നിങ്ങൾ രണ്ടുപേരുവാ. നിങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈയിട്ട എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യമുള്ള, ഏറ്റവും സ്ട്രോങ് ആയ മുത്തശ്ശി ഞാനാണെന്ന്. വിവാഹ സർട്ടിഫിക്കറ്റ് ഉള്ള നിലയ്ക്ക് കേസിന് പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടും. സാറേ, ഞങ്ങളെ അവര് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ശിക്ഷിക്കണം സാറേ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങളുടെ പ്രധാന പ്രശ്നം ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചു കയറുക എന്നുള്ളതാണല്ലോ. അത് മാത്രല്ല, എന്റെ ചേച്ചി അവിടെ നിന്ന് പുറത്താവാൻ വേണം. വരുണ്ട ഭാര്യ നിങ്ങളാണെന്ന് കോടതി ഒരു ഉത്തരവ് പറഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങളീ പറയുന്ന രാധിക അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോ പിന്നെ പ്രശ്നങ്ങൾ തീർന്നല്ലോ. സാറ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം. പ്രിയങ്ക കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞ സർവസ്വത്തിന്റെ അവകാശം ഇവിളാ. പിന്നെ സാറ് ചോദിക്കുന്ന പണം എത്രയായാലും അത് ഞങ്ങൾ തരും. പ്രിയങ്ക കണിമംഗലത്തെത്തുന്നതോ അതുവഴി സമ്പന്നയാവുന്നതൊന്നും എന്റെ മാറ്ററല്ല. ഞാൻ കേസ് വാദിക്കണമെങ്കിൽ എനിക്ക് കൃത്യമായ ഫീസ് കിട്ടിയിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, കേസ് നടപ്പിന് അഡ്വാൻസായി ഒരു 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയോ?
അയ്യോ സാറേ, അത്രയൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കാനില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമല്ലേ സാറേ, സാറൊന്ന് കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ കുപ്പായിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ നിസ്സാരമല്ല. ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ഫീസ് എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സമീപിക്കാം. ദാ. പണം തരാം സർ. കുറച്ച് ദിവസത്തിനുള്ളിൽ പണവുമായിട്ട് ഞങ്ങൾ സാറിന്റെ അടുത്തേക്ക് വരാം. ആയിക്കോട്ടെ. നിങ്ങൾ എപ്പോ പണം കൊണ്ടുവരുന്നോ അപ്പോ കേസ് കോടതിയിൽ എത്തിയിരിക്കും. നിങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കുന്ന അതിനോടൊപ്പം തന്നെ നിങ്ങളെ ദ്രോഹിച്ചവരെ ശിക്ഷിക്കാൻ കൂടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തൽക്കാലം വെക്കുള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. അങ്ങനെ കേട്ടോ. ഡി, നീ എവിടുന്ന് അയാൾക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞത്? നമ്മുടെ കയ്യിൽ 5 പൈസ ഉണ്ടോ? ഇല്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റൂ. എവിടുന്ന്? അല്ലെങ്കിൽ അയാൾ വാദിക്കില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് കണിമംഗലത്ത് തിരിച്ചു കയറിയേ പറ്റൂ. വരുണിന്റെ ഭാര്യയെ ജീവിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം മുത്തശ്ശി. മുത്തശ്ശി വാ വാ. CI സാറിനെ അറസ്റ്റ് ചെയ്തോടെ നമുക്കുണ്ടായിരുന്ന നല്ലൊരു സപ്പോർട്ടാണ് നഷ്ടമായത്. ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളിൽ അയാളുടെ ഒരു കുറവുണ്ടാവും. ദേ, കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. CI പോയത് നഷ്ടമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മറികടക്കാനുള്ള കരുത്ത് നമുക്കുണ്ടായാൽ മതി. ആർത്തി പിടിച്ച പോലീസുകാര് CIക്ക് മുകളിൽ ഒരുപാടുണ്ട്. വേണ്ട സമയത്ത് നമുക്കവരെ ഇറക്കാം. തൽക്കാലം തനിക്ക് സപ്പോർട്ടായിട്ട് ഞാനും എൻ്റെ അനിയത്തി സാറയുണ്ട്. എനിക്ക് വിശ്വാസമായില്ലേ? ബെഞ്ചമിൻ എനിക്ക് വിശ്വാസം, നിങ്ങളുടെ സഹോദരി. പക്ഷേ പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഒന്ന് ഷോക്കായി. അവിടെയാണ് എതിരാളികൾ ജയിക്കുന്നത്. ഏത് നഷ്ടത്തിലും നമ്മൾ കുലുങ്ങില്ലാന്ന് തോന്നിയാ ശത്രുക്കൾക്ക് നമ്മളെ പേടിപ്പിക്കാനാവില്ല. താൻ കൂളായിരിക്കേ. ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യത്തിന് പോലീസിന്റെ ഒരു സഹായവും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് കണിമംഗലം ഗ്രൂപ്പാ. കണിമംഗലം ഗ്രൂപ്പിന് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം ഒരു ഷോക്ക് അത് നമ്മൾ കൊടുക്കണം. അതിനുള്ള തിരിമറികളൊക്കെ ഞാൻ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കും.